നമ്മൾ ഈ കണ്ണാടി ചെടിയാണ് പ്രൂൺ ചെയ്യാൻ പോകുന്നത്. പ്രൂൺ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പുകളിങ്ങനെ വെട്ടി ഒതുക്കി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളരും. ഇപ്പോൾ ഇതാ ഈ കമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ വട്ടം പ്രൂൺ ചെയ്തതാണ്. ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് 4 സബ് ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത്. അതായത് ആ മെയിൻ ഒരു കമ്പിൽ നിന്നും 4 ചെറിയ കമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അവിടെ നിന്ന് കൂടുതൽ ബ്രാഞ്ച് വരികയും ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് വേര് പിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ വേറെ എങ്ങോട്ട് മാറ്റി നടുന്നൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ കമ്പുകളായിട്ട് ഇങ്ങനെ നട്ട് വെക്കുന്നു. അപ്പോൾ നമ്മൾ നട്ട് വെക്കുന്ന കമ്പും കിളുത്ത് വരും, കട്ട് ചെയ്ത കമ്പെന്നും 3-4 ബ്രാഞ്ചസ് വരും. അങ്ങനെ ഈ ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇപ്പോൾ അതിലൊരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം അത് കുറച്ച് കട്ടിയുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചെടീനെ മൊത്തം അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ബ്രാഞ്ചസേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലച്ചിൽ വന്ന് തുടങ്ങുന്ന സമയം ഇത് നല്ല ബുഷിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ ഇത്രയും തണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൽ തന്നെ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നട്ടു കൊടുത്ത കമ്പും കിളുക്കും, പ്രൂൺ ചെയ്ത കമ്പിൽ നിന്ന് ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ചുകൂടി ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ ചിലതിൻ്റെയൊക്കെ തണ്ടിൽ ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ട്. അത് ഈ മഴവെള്ളം വീഴാൻ തുടങ്ങിയതിൻ്റെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം പ്രൂൺ ചെയ്ത് വെച്ച ഒരു കോളിയസാണ്. അതിലിപ്പോൾ ഇതാ താഴെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നു, കുറച്ച് പൊക്കത്തിൽ മേളത്തെ ബ്രാഞ്ച് നിൽക്കുന്നു. ഇത് ഞാൻ പ്രൂൺ ചെയ്തതിൻ്റെ ബാക്കി കമ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് നട്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ 3 കുഞ്ഞ് ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത്. ഒരു കട്ട് ചെയ്ത ബ്രാഞ്ചിൽ നിന്ന് 3 കുഞ്ഞ് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്യാതെ വിടുകയാണെങ്കിൽ ഒരു കമ്പ് ഇങ്ങനെ കോല് പോലെ വളരും. അതേസമയം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് 3-4 ശാഖകൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ കോളിയസാണ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ പ്രൂൺ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇതിന് പുതിയ ചില്ലകളൊക്കെ വന്ന്, പുതിയ ഇലച്ചിലൊക്കെ വന്ന് കുറച്ചുകൂടെ ഇത് ഒന്ന് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് പ്രൂൺ ചെയ്ത് വെച്ച 3-4 കോളിയസാണിത്. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു ഗാർഡനിങ് ഐഡിയാസൊക്കെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ പോസ്റ്റിനെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണം. ഓക്കെ.